നമസ്കാരം. ആർദ്രാഭിരാമത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ആർദ്രാഭിരാമം രാമഗാഥകളിലൂടെ എന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓൺലൈനായിട്ടാണോ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാം ആയിട്ടാണോ എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾ നിരവധി സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തു. അതിലധികവും പഴയ പാട്ടുകൾ തന്നെ ചിട്ടപ്പെടുത്തി കളിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ 1-2 പാട്ടുകളൊക്കെ പുതിയതായിട്ട് എഴുതി ചിട്ടപ്പെടുത്തി കളിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന ചർച്ചയിലൂടെയാണ് ഇങ്ങനൊരു സംരംഭം ഉടലെടുത്തതെന്ന് വേണം പറയാൻ. ഒരു കഥ സമ്പൂർണ്ണമായിട്ട് കൈകൊട്ടിക്കളി രൂപത്തിൽ അവതരിപ്പിച്ചാലോ എന്നൊരു ആശയം വന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഏത് കഥ വേണം അങ്ങനെയൊക്കെ ചർച്ചകൾ വന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സുപരിചിതമായ രാമായണം തന്നെ ആവട്ടെ ആദ്യം ആയിട്ട് ചെയ്യണതെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉടലെടുത്തത്. രാമായണം കഥയാവാന്ന് തീരുമാനിച്ചു. അപ്പോൾ രാമായണത്തിൽ കുറേ പാട്ടുകൾ കൈകൊട്ടിക്കളിയിലുണ്ട്. പക്ഷെ ഇത് പുതിയതായിട്ട് എഴുതുമ്പോൾ ആര് എഴുതി തരും എന്നുള്ളൊരു ഇത് വന്നു. അങ്ങനെയാണ് ശ്രീമതി ഗൗരി വിഷ്ണു ആര്യമ്പിള്ളി ഗൗരിയപ്പിള് സന്തോഷത്തോടു കൂടി ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തു. ഏകദേശം 1 വർഷം മുന്നെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഗൗരിയപ്പിളെ ഏൽപ്പിച്ചത്. വളരെ സന്തോഷത്തോടുകൂടി ഗൗരിയപ്പിള അത് ഏറ്റെടുത്തു. പിന്നെ ഒരുപാട് ഡിസ്കഷൻസ് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു അല്ലേ. നമുക്കിപ്പോൾ രാമായണം ആയതുകൊണ്ട് അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ മുഴുവൻ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, ഏതൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ കൈകൊട്ടിക്കളിയിലുള്ള ഏതെല്ലാം ഈണങ്ങൾ വേണം, അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസിനൊടുവിൽ നമുക്കൊരു ഒരു 6 മാസം മുമ്പെയാണ് ഒരു 6 മാസം മുന്നെയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു പകർപ്പ് കിട്ടിയത് പാട്ടുകൾ. അന്ന് തൊട്ടന്നെ ഞങ്ങൾ വളരെ ആവേശത്തോടു കൂടി ഇതിൻ്റെ ഒരു അണിയറ പ്രവർത്തനത്തിലാണ്. ഇതിപ്പോൾ ഞങ്ങളൊരു 15 പാട്ടായിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ രാമായണം 15 പാട്ടിലൊന്നും നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇതിലത്തെ രാമായണത്തെ പ്രസക്ത ഭാഗങ്ങളായ ശ്രീരാമൻ്റെ ജനനം, ബാല്യം, വിവാഹം, അത് കഴിഞ്ഞിട്ടുള്ള വനവാസം, പിന്നെ രാമരാവണ യുദ്ധം എന്നിവയൊക്കെ കഴിഞ്ഞ് പട്ടാഭിഷേകത്തോടു കൂടി അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു സ്റ്റേജ് പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രോഗ്രാമാണ് ഞങ്ങളുടെ മോഹം. ഈ വരുന്ന മാർച്ച് 30 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തൃശ്ശൂർ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങളിത് സമർപ്പിക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.